വടക്കൻ കേരളത്തിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ വ്യാപക പരിശോധന. മലപ്പുറം ചെമ്മാട്ടിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ കേസ് എൻഐഎ ഏറ്റെടുത്തതിന് പിന്നാലെയാണ് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഒരേ സമയം റെയ്ഡ് നടത്തിയത്. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിലും വണ്ടൂരിലും കാസർഗോഡ് ചിറ്റാരിക്കലിലുമാണ് പ്രധാനമായും പരിശോധന നടന്നത്. കാസർഗോഡ് നടത്തിയ റെയ്ഡിൽ ഉഗ്രസ്ഫോടക ശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ എൻഐഎ പിടിച്ചെടുത്തു. മലബാറിലെ 4 ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് പുലർച്ചെയാണ് എൻഐഎ സംഘം ഒരേ സമയം പരിശോധന നടത്തിയത്. ഫെബ്രുവരി 7 മലപ്പുറം ചെമ്മാട്ടിൽ ഉള്ളിച്ചാക്കുകൾക്കിടയിൽ ഒളിപ്പിച്ചു കടത്തിയ വൻ സ്ഫോടകവസ്തു ശേഖരം പിടികൂടിയ കേസിലാണ് കേന്ദ്ര ഏജൻസിയുടെ നിർണായക നീക്കം. മലപ്പുറം ജില്ലയിൽ 2 ഇടങ്ങളിലാണ് പരിശോധന നടന്നത്. തിരൂരങ്ങാടി ചെമ്മാട്ടിലെ ഹോളോബ്രിക്സ് സ്ഥാപനത്തിലും ലോറി ഉടമയുടെ വണ്ടൂരിലെ പുതിയത്തുകുന്നിലെ ഭാര്യ വീട്ടിലുമാണ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. കർണാടകയിലെ ബീജാപൂരിൽ നിന്നാണ് സ്ഫോടക വസ്തുക്കൾ കേരളത്തിലേക്ക് എത്തിയതെന്ന് ലോക്കൽ പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. കാസർഗോഡ്, ചിറ്റാരിക്കൽ, കടുമേനിയിലും എൻഐഎ സംഘം പരിശോധന നടത്തി. ഇവിടെ നടത്തിയ തെരച്ചിലിൽ കടുമേനി സ്വദേശി ജോർജിന്റെ വീട്ടിൽ നിന്ന് ഉഗ്രശേഷിയുള്ള ജലാറ്റിൻ സ്റ്റിക്കുകൾ എൻഐഎ സംഘം കണ്ടെടുത്തു. ഇവ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ ചില കേന്ദ്രങ്ങളിലും പരിശോധനകൾ നടന്നു. ഫെബ്രുവരിയിൽ ചെമ്മാട്ടു നിന്ന് 90,000 ജലാറ്റിൻ സ്റ്റിക്കുകളും 10,000-ലധികം ഡിറ്റനേറ്ററുകളുമാണ് പിടികൂടിയിരുന്നത്. കേസിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അനധികൃത കോറി ആവശ്യങ്ങൾക്കാണ് ഇവ കൊണ്ടുവന്നതെന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും ഇത്രയും ഭീമമായ അളവിൽ സ്ഫോടക വസ്തുക്കൾ അതിർത്തി കടന്ന് എത്തിയതിനു പിന്നിൽ അട്ടിമറി നീക്കങ്ങളോ സംഘടിത കുറ്റകൃത്യങ്ങളോ ഉണ്ടോ എന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നത്. പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളും ഫോണുകളും വരും ദിവസങ്ങളിൽ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. അമൃത ന്യൂസ്, മലപ്പുറം.